ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രഹ്മയുഗം, ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ, സ്ക്രിപ്റ്റ് റൈറ്റർ രാഹുൽ സദാശിവൻ ആൻഡ് TD രാമകൃഷ്ണൻ. നമ്മുടെ ഇട്ടിക്കോര, ഫ്രാൻസിസ് ഇട്ടിക്കോരൊക്കെ എഴുതിയ TD രാമകൃഷ്ണനും ആണ് ഡയലോഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. സിനിമയെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുളി, ഒരു രക്ഷയില്ല മക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഞാൻ കാണുന്നത് FDFS കണ്ടു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ വിനീത സിനിമ തിയേറ്ററിൽ തന്നെയാണ് കണ്ടത്. പക്ഷേ 2 ദിവസമായി ഡിലേ ആയി, കുറേ കാര്യങ്ങൾ തിരക്കലായിപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ എങ്കിലും സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ ടെക്നീഷ്യൻസിനെ പറ്റി പറയണം. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ആൾക്കാർ, മ്യൂസിക്, ഈ പറഞ്ഞ ഡയറക്ഷൻ, മേക്കിംഗ്, റൈറ്റർ, ഇവരൊക്കെ സത്യം പറഞ്ഞ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ എൻ്റെ ഒരു ജനറേഷനിലൊന്നും ഒരിക്കലും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നത്. കാരണം ഇത് എങ്ങനെ ജനം സ്വീകരിക്കും, ഇത് എങ്ങനെ ഉണ്ടാവും എന്നൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാര്യം അങ്ങനെയാണ്. കാരണം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണ്, അത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ആ ഒരു സിനിമ പ്രവർത്തകർക്കുള്ളത്. പക്ഷെ അത് ജനം ഏറ്റെടുത്തു എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അത്ര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഗംഭീര വർക്ക് തന്നെ. ഇത് സത്യം പറഞ്ഞ മലയാള സിനിമയിൽ ഇത് എടുത്തു വെക്കപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയുടെ നട്ടെല്ല്, അത് വേറെ ഒന്നും പറയാനില്ല. വൺ ആൻഡ് ഓൺലി മമ്മൂക്ക. അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പല സിനിമകളായിട്ട് കമ്പയർ ചെയ്തു അല്ലേ. വിധേയനായാലും പൊന്തന്മാടയായാലും നമ്മുടെ സൂര്യമാനസിലെ പുട്ടുറുമീസ്, ഇങ്ങനെ പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആക്ടർ. അപ്പോൾ അതുപോലെ ആവുമോ, അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻറ്റ് റോൾ വരുമോ എന്നുള്ളത് പക്ക ഡിഫറെൻ്റ് ആയിട്ട് റോൾ. സത്യം ആ ഒരു ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻട്രോ സീനൊക്കെ തിയേറ്ററിൽ കയ്യടി ബഹളം പരിപാടിയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഗംഭീര സീൻ, ഒരു പ്രസൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഡയലോഗൊക്കെ ആ ഒരു നമ്പൂതിരി ഭാഷയിലൊക്കെ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം. വേറൊരു കാര്യം, ഇവരുടെ രണ്ടുപേരുടെയും, ഈ സിദ്ധാർത്ഥ് ഭരതൻ്റെയും നമ്മുടെ അർജുൻ അശോകൻ്റെ ഒക്കെ കുറേ സീക്വൻസ് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീക്വൻസിൽ മമ്മൂക്കയെ മിസ് ചെയ്യും. നമ്മൾ അത്ര ഏറെ അദ്ദേഹം അതിന് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സീക്വൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അർജുൻ അശോകൻ, അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് മൂവി ഏതാന്ന് ചോദിച്ചാൽ ബ്രഹ്മയുഗം എന്ന് എനിക്ക് എടുത്ത് പറയേണ്ടി വരും. കാര്യം ഈ സിനിമ തുടങ്ങിയ സമയത്ത് തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തെ കൊണ്ട് പറ്റുമോ, ഇതെടുത്താൽ പൊങ്ങുന്നതാണോ എന്നൊരു ചെറിയ സംശയം എനിക്ക് തോന്നി. വെറുതെ തോന്നിയതാണ്. പക്ഷേ സിനിമ അങ്ങോട്ട് പോകുന്തോറും പുള്ളി ഇങ്ങനെ എന്താ പറയുക, ഓരോരോ സാധനങ്ങൾ നമുക്കിങ്ങനെ തന്ന് ഭയങ്കരമായ അതായത് ഒരു പാണൻ്റെ ഒരു സംഭവമായിട്ടാണ് ഇതിനകത്ത്, ഈ ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ ആള് ഓരോ ഇതിനകത്ത് ഓരോ സീൻസിലൊക്കെ മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിലൊക്കെ തരുന്ന ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ മാസ്റ്റർ ക്ലാസ്. അത്ര ഒന്നും പറയാനില്ല. അദ്ദേഹം വലിയൊരു ആക്ടർ തന്നെ ആയി മാറാന്നുള്ളൊരു വലിയൊരു പ്രോഗ്രസ് തന്നെ കാണുന്നുണ്ട് ഈ സിനിമയ്ക്കകത്ത് എന്നുള്ളതാണ്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമ അധികം യൂസ് ചെയ്യാത്ത ഒരു ആക്ടർ എന്ന് ഞാൻ പറയും. കാര്യം നമ്മൾ എന്ന സിനിമയിലൂടെ വന്ന് പിന്നെ കുറച്ച് സിനിമകളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എടുത്ത് പറയണം. നമ്മൾ പ്രത്യേകിച്ച് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ലാലേട്ടൻ്റെ കൂടെയൊക്കെ ഉള്ള ചെറിയൊരു റോളൊക്കെ വന്നുപോയിട്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചു പോയി. പക്ഷേ ഇത് ത്രൂ ഔട്ട് മമ്മൂക്ക, ഈ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഈ 3 ക്യാരക്ടർ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ കംപ്ലീറ്റ് പോകുന്നത്. 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. അമാൽഡേ ഉണ്ട്, നമ്മുടെ മണികണ്ഠൻ ആരാചാരി ഉണ്ട്. പക്ഷേ അവരുടെ ക്യാരക്ടർ കൂടി ബാക്കി 3 ക്യാരക്ടേഴ്സാണ് സിനിമ ഉടനീളമുള്ളത്. ഇവരെ 3 പേരെ വെച്ചിട്ട് ഈ ഒരു സിനിമ ഇത്രയും കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഭയങ്കരമായിട്ടൊരു, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ എത്രത്തോളം കുറച്ച് നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ സ്ലോ പേസ് ആവുമോ എന്നൊക്കെ പേടിച്ച് പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് പേസ്, നമുക്ക് ഒരിക്കലും ബോറടിക്കുകയോ ഒന്നുമില്ല. ആ ഒരു പേസിൽ പോകുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് തരുന്നുണ്ട് സിനിമ എന്നുള്ളതാണ്. വളരെയധികം പ്രതീക്ഷ നമുക്ക് അടുത്ത സീക്വൻസിൽ ഇതിലെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, അത് സംഭവിക്കാൻ തന്നെ ചെയ്യുന്നുണ്ട്. പല സിനിമകൾ സംഭവിക്കുന്നത് നമ്മൾ സിനിമയിൽ ഇങ്ങനെ ഒരെണ്ണം വരുന്നു, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് പോകും. പക്ഷെ അതിങ്ങോട്ട് ഒന്നുമില്ലാണ്ടായി പോകും. പക്ഷെ ഇതങ്ങനെയല്ല. സിനിമ പോകുന്തോറും ഭയങ്കര പ്രോഗ്രസ് കൂടി പോവുകയാണ്. പിന്നെ ക്ലൈമാക്സോടൊക്കെ എടുത്തപ്പോഴേക്കും ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വെച്ചിട്ട് ഇത്രയും നല്ല ഗംഭീരമേക്ക് എടുത്ത് പറയണം അത് രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിൻ്റെ റെഡ് റെയിൻ ആയാലും ഭൂതകാലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഓരോ സിനിമ കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രോഗ്രസ് കൂടി വരികയാണ്. ഭൂതകാലത്തേക്കാൾ മികച്ച സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ സിനിമ ഒരിക്കലും ഹൊറർ കാറ്റഗറിയിൽ വരുന്ന സിനിമയായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു ത്രില്ലർ ജോണർ പരിപാടിയാണ്. ഒരു സർവൈവൽ ത്രില്ലറൊക്കെ പറയാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തത്.
പിന്നെ അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു. ഭയങ്കര നല്ലൊരു ഗംഭീര റെസ്പോൺസ് തന്നെയാണ് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയത്. നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ അതിൻ്റെ മ്യൂസിക് സഹായിച്ച് ക്രിസ്റ്റോ സേവിയർ ഒക്കെ എടുത്ത് പറയാം. അദ്ദേഹത്തിൻ്റെ ഓഡിയോ ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ നമ്മുടെ ഏജ് ഓഫ് മാഡ്നസ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സോങ്, അതേപോലെ ദ ബിഗിനിങ് മലയാളം എന്ന് പറഞ്ഞിട്ട് ആ സോങ്, പിന്നെ ആ ഒരു മെലഡി സോങ്സ് ഒക്കെ നമ്മളെ ആ ഒരു പാണൻ്റെ പാട്ടുകളൊക്കെ എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള സോങ്സ് ആയിരുന്നു. എല്ലാം ഞാൻ റിപ്പീറ്റഡ്ലി ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോലും ഞാനത് ഈ സിനിമയിലെ സോങ്സാണ് കേട്ടുകൊണ്ടേയിരുന്നത്, റിപ്പീറ്റഡ്ലി അത്രയധികം കിടുവായി. പക്ഷെ സിനിമ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവിടെ അടുത്തുള്ള തിയേറ്ററിൽ നിങ്ങൾ പോകുമ്പോൾ എനിക്കറിയില്ല എത്രത്തോളം അത് സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ആ സോങ്സ് 2 സോങ്സ് നമുക്ക് അതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അത് ചില തിയേറ്ററിലൊക്കെ ചിലപ്പോൾ അത് ആ ഒരു എൻഡ് ക്രെഡിറ്റ്സ് ഒന്നും കാണിക്കാതെ തന്നെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇരുന്ന് കേൾക്കണം. ആ തിയേറ്ററിൽ ഈ സോങ്സ് കിട്ടുന്ന ഒരു എഫക്റ്റ് അത് നമുക്ക് ഒരു വേറെ ഫീൽ തന്നെയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ മമ്മൂക്കയെ പറ്റി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വയസ്സ് 73. അദ്ദേഹം ചെയ്തു വയ്ക്കുന്ന റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിനിമ കഴിയുന്തോറും അദ്ദേഹം പ്രോഗ്രസ്, ഈ സിനിമയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സിനിമ പ്രോഗ്രസ് ചെയ്യുന്ന സിനിമയുടെ ഇതിങ്ങനെ കൂടി വരികയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഓരോ ക്യാരക്ടർ ചൂസ് ചെയ്ത് അദ്ദേഹം ഓരോ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്തോട്ടാണ് വീണ്ടും അദ്ദേഹം തന്നെ അദ്ദേഹത്തോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മമ്മൂക്കയുടെ പലരും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, മമ്മൂക്കയുടെ ഏറ്റവും ബെസ്റ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ റിലീസായ ബ്രഹ്മയുഗം എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പോകുന്നത്. ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല നല്ല സിനിമകൾ നമുക്ക് തരുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റൽ സബ്ജക്റ്റ് പോലെ ആയിട്ടാണ് എനിക്ക് ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ മാസം നമുക്ക് വാലിബൻ എന്നുള്ള സിനിമ റിലീസായി. ശരിക്കും അതൊരു എക്സ്പീരിയൻസ് സബ്ജക്റ്റ് തന്നെയായിരുന്നു. ഞാനൊക്കെ നല്ല പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് ഒരു ഒട്ടും സാറ്റിസ്ഫൈങ് ആയിട്ടൊരു സിനിമയായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അതിവിടെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഡയറക്ടറൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇതൊരു മുത്തശ്ശി കഥ പോലെ കാണണം, ഇങ്ങനെ കാണണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിലല്ല കാര്യം. ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ പ്രേക്ഷകന് നമ്മൾ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ട് കാണലല്ല. അത് പ്രേക്ഷകനെ സ്വയം മനസ്സിലാക്കാനുള്ള ബോധം സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് പ്രേക്ഷകർ. അല്ലാതെ നമ്മൾ ഇങ്ങനെ നിങ്ങൾ കാണൂ, ഇങ്ങനെ കണ്ടാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂ, അത് ഒരിക്കലും ഒരു പ്രേക്ഷകനോട് പറയേണ്ട ഒരു കാര്യമല്ല. അതെനിക്ക് ഈ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഈ സിനിമ പക്ക നമുക്ക് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നു. ഇനി അതിൻ്റെ അടുത്തേക്ക് ഇതൊരു മുത്തശ്ശി കഥ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛൻ പറഞ്ഞ കഥ പോലെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യം ഈ സിനിമയ്ക്കകത്ത് വരുന്നില്ല. അത്ര നല്ല രീതിയിൽ തന്നെ അവരത് പ്ലോട്ട് നല്ല കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സിനിമകൾ മമ്മൂക്കയെ പോലെ ഇത്ര ഡിഫറെൻറ്റ് റോൾസ് ചെയ്യുന്ന ആക്ടറൊക്കെ ഉള്ളപ്പോൾ മലയാള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസം ഇറങ്ങിയ സിനിമകളെല്ലാം അത്യാവശ്യം ഞാനെല്ലാം കണ്ടു. പ്രേമലു, അതേപോലെ അന്വേഷണം കണ്ടെത്തും, പിന്നെ ഈ ബ്രഹ്മയുഗം, അതേപോലെ ഈ പറഞ്ഞ നമ്മുടെ തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങി. ഇപ്പോൾ ഈ ഒരു സിനിമകളിൽ ഇപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പ്രേമലു ആണെങ്കിൽ അന്വേഷണം കണ്ടെത്തും ആണെങ്കിൽ വേറെ ലെവൽ പടങ്ങൾ തന്നെയാണ്. നല്ല സിനിമ, അടിപൊളി സിനിമകളാണ്. ഞാൻ പ്രേമലുവിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു. അന്വേഷണം കണ്ടെത്തി ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്, കുറച്ച് ലേറ്റായി. പക്ഷേ പ്രേമലുവിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലഘട്ടത്തിന് ശേഷം ഒരു മലയാള സിനിമയിൽ നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അതും ക്വാളിറ്റി, ആ സിനിമയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒട്ടും ബോറടിപ്പിക്കാതിരിക്കാൻ നിന്നുണ്ട്. എന്തെങ്കിലും കോമഡി പറഞ്ഞ് 2.5 മണിക്കൂറൊക്കെ കോമഡിയാണ് ഏറ്റവും റിസ്ക് ഉള്ള കാര്യം എന്ന് പല നമ്മുടെ നടന്മാരും പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ പല ടെക്നീഷ്യന്മാരായാലും പറയുന്ന കാര്യമാണ്. കോമഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ഈ 2.5 മണിക്കൂർ നമ്മൾ പിടിച്ചിരുത്താൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ ടൊവിനോയുടെ പടമാണെങ്കിലും ഒരു ത്രില്ലർ പടമാണ്. അത് നമുക്ക് ഒരിക്കലും ബോറടിക്കുന്നേ ഇല്ല. നല്ല രീതിയിൽ തന്നെ അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മലയാള സിനിമ ഇങ്ങനത്തെ സിനിമകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും വളർന്നുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. അല്ലാതെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പോലെ 250 സിനിമകൾ ഇറക്കിയിട്ട് അതിൽ 10ൽ താഴെ സിനിമകൾ വിജയിക്കുക എന്നൊരു ഈ വർഷമെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്തായാലും ഫെബ്രുവരി മാസം നല്ല സിനിമകൾ റിലീസായിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു സിനിമ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഒരിക്കലും OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് OTTയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല ഒരിക്കലും. അതൊരു OTTയിൽ കാണേണ്ട സിനിമയല്ല. ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്ററിൽ വാച്ച്, ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് നിങ്ങൾ മുന്നിലെത്തുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.